ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അൽഹംദുലില്ലാ. അപ്പം ഇന്നിപ്പം എനിക്ക് ഒരു ലോങ് വീഡിയോ ഒന്നും അല്ല ഞാൻ ഇന്നിട്ടേക്കുന്നത്. ഇന്ന് നല്ല തിരക്കായിപ്പോയി, അത് കാരണം എനിക്ക് വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല. പിന്നെ ഇതിപ്പം ഞാൻ എടുത്തേക്കുന്നത് രാത്രിയിൽ ഒരു കുറച്ച് ടൈം ഒരു ചെറിയൊരു റെസിപ്പി ഉണ്ടാക്കി അങ്ങനെ ഒന്ന് വീഡിയോ ഇട്ടതാണ്. അപ്പോൾ ഇതിപ്പം ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് അത്താഴത്തിന് ചോറും ഇല്ല, പലഹാരവും ഇല്ല, കറിയില്ല, ഒന്നും ഇല്ലാത്തൊരവസ്ഥയായിപ്പോയി. അപ്പോഴാണ് ഞാൻ ചിക്കൻ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം, അപ്പം അത്താഴത്തിന് കറി ആകുമല്ലോ എന്ന് കരുതി. അപ്പോൾ ഇതാണ്ട് ഞാൻ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ടിന്നിലിട്ട് വെച്ചത്, അല്ലെങ്കിൽ പിന്നെ ഇനി നമ്മൾ ടിന്നിൽ ഇനി ഇട്ട് വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് അതിനകത്തോട്ട് കുടഞ്ഞിട്ട് ഒരു 1/4 ടീസ്പൂൺ കാണും, അത് ഇട്ട്. പിന്നെ അത് കൂടാതെ ഞാൻ ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ മസാല ടിന്നിൽ ഇരിപ്പുണ്ട് ഇട്ട് വെച്ചത്, അപ്പോൾ അത് അതിനകത്തോട്ട് ആഡ് ചെയ്ത് മല്ലിപ്പൊടിക്ക് പകരം ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗരം മസാല, നല്ല ജീരകപ്പൊടി, പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇതെല്ലാം കൂടെ. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ. പിന്നെ ഇതിനകത്തോട്ട് കുറച്ച് വിനാഗിരി, ഞാൻ ആദ്യം കരുതി നാരങ്ങ നീരൊഴിക്കാമെന്ന്, പിന്നെ വിചാരിച്ചു ഇച്ചിരി വിനാഗിരി ഒഴിക്കാമെന്ന്. അങ്ങനെ ഇച്ചിരി വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അരപ്പ് വളരെ കുറവാണ്, മല്ലിപ്പൊടിയൊക്കെ ഇട്ടുന്ന കുറച്ചും കൂടെ കൂടുതൽ അരപ്പ് കിട്ടിയേനെ. മുളക് പൊടി കഴിവതും കുറച്ച് ഇട്ടാൽ മതി, കൂടുതൽ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. നന്നായിട്ട് കുഴച്ച് വെക്കുക. അതിനുശേഷം നമുക്കതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ എനിക്കിപ്പോൾ ചട്ടി കണ്ടില്ല, ഞാനിപ്പോൾ അപ്പം ചുടുന്ന ചട്ടിക്കകത്താണ് ഞാനിപ്പം ചിക്കനും മീനും ഒക്കെ പൊരിക്കുന്നത്. എനിക്കൊരു വലിയൊരു ഇരുമ്പ് ചട്ടി ഉണ്ടായിരുന്നു, പക്ഷേ അത് താഴെ വീണ് പൊട്ടിപ്പോയി. അതുകൊണ്ട് എനിക്കിപ്പം അതാകുമ്പോൾ കൂടുതൽ സാധനം, പിന്നെ മീനോ ഇറച്ചിയോ ഒക്കെ പൊരിക്കാൻ പറ്റിയേനെ. ഇതിപ്പം അത് പറ്റത്തില്ല, ചെറിയ അപ്പച്ചട്ടിക്കകത്തല്ലേ ഇട്ട് പൊരിക്കുന്നത്. എനിക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലിട്ട് പൊരിക്കുന്നതൊന്നും ഇഷ്ടമല്ല, എനിക്ക് പ്രശ്നമാണ്, വയറിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇരുമ്പിൻ്റെ ചട്ടി നോക്കി അതിനകത്തേ ഞാൻ ചെയ്യത്തുള്ളൂ, പൊരിക്കുന്ന സാധനങ്ങളൊക്കെ അതിനകത്തേ ചെയ്യത്തുള്ളൂ. അടുപ്പേ വെച്ച് അതിൻ്റെ അരപ്പിൻ്റെ വെള്ളം കുറച്ചൊഴിച്ച്, പിന്നെ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത്, ആദ്യം ഒന്ന് വേകട്ടെ, വെന്തിട്ട് പിന്നെ തനി അങ്ങ് ഒന്ന് ഫ്രൈ ആയിക്കോളും. മൊത്തം എണ്ണയിലങ്ങ് ആക്കിയെടുത്താൽ അതും ദോഷമല്ലേ. അപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് വേവിച്ച്, പിന്നെ നമ്മൾ 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചല്ലോ, അത്രയും മതി. അതവിടെ കിടന്നങ്ങ് റെഡിയായി വന്നോളും. പിന്നെ അതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടെ വിതറി കൊടുക്കുന്നുണ്ട് ലാസ്റ്റ്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ വിതറി കൊടുക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ഫ്രൈ എന്ന് പറയുമ്പോൾ നമുക്ക് ഇച്ചിരി നല്ല ടേസ്റ്റ് ആണല്ലോ എങ്ങനെ ചെയ്താലും. പിന്നെ ഇതിനെന്ന് പറയുമ്പോഴത്തേക്കിന് ഈ വെളുത്തുള്ളിയുടെയും കറിവേപ്പിൻ്റെയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റും, പിന്നെ വിനാഗിരിയുടെയൊക്കെ ആ ഒരു പുളിപ്പും എല്ലാം കൂടെ സൂപ്പർ, എനിക്കിഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റായിരുന്നു. അപ്പം നമുക്ക് സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു രീതിയാണ്. പിന്നെ ഓക്കെ, അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ പൊറോട്ട ആണ് വാങ്ങിച്ചത് അത്താഴത്തിന്, കാരണം ഇന്ന് ചോറും ഒന്നും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ അപ്പത്തിന് ആട്ടിയെല്ലാം വെച്ചിട്ടുണ്ട്, അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ഫോൺ എൻ്റെ കൈ കിട്ടിയില്ല കൂട്ടുകാരെ. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ അപ്പത്തിൻ്റെ എല്ലാം ഞാൻ നേരത്തെ തന്നെ എല്ലാം ചെയ്ത് വെച്ചു. പിന്നെ ഇന്ന് പണിക്കാരുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ, മേളത്തെ പണിയുടേത് വാട്ടർ പ്രൂഫ് ചെയ്യുന്നതിൻ്റെ വർക്കുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ തിരക്കും, രാവിലെ അവർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കേണ്ട തിരക്കും കാര്യങ്ങളും. പിള്ളേർ ഇന്ന് സ്കൂളിൽ പോകുന്നതിൻ്റെ ദിവസവും കൂടെ ആയതുകൊണ്ട്, ഇന്ന് തിങ്കളാഴ്ച ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകുമല്ലേ, അപ്പോൾ അതിൻ്റെ തിരക്കും എല്ലാം കൂടെ അടിപൊളിയായിരുന്നു. പിന്നെ അത് കാരണം എനിക്ക് വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇൻഷാ അള്ളാ നമുക്ക് നാളെ തൊട്ട് ഇച്ചിരി ലോങ് വീഡിയോ ഒക്കെ ഇടാം. പിന്നെ പണിക്കാർ പണി സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഇന്ന് ക്ലീനിങ് ആയിരുന്നു, മേള് മൊത്തം ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നിനിപ്പം അത് ചെയ്തത് കൊണ്ട് ഇനി 2 ദിവസത്തേക്ക് വർക്കില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ 3-ൻ്റെ അന്ന് തൊട്ടാണ് ബാക്കി വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, പെയിൻറ്റിങ്ങിൻ്റെ വർക്ക്, വാട്ടർ പ്രൂഫിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഇനി കുറച്ച് തയ്യലിൻ്റെ കാര്യങ്ങളൊക്കെ ഇൻഷാ അള്ളാ കാണിക്കണമെന്നുണ്ട്. പക്ഷേ തയ്യലൊന്നും ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഒരു ചുരിദാർ തയ്ച്ചിട്ട് പാൻറ്റ് തയ്ക്കാതെ ടോപ്പ് മാത്രം തയ്ച്ചിവിടെ ഹാങ്കറിൽ തൂക്കിയിട്ടേപ്പുണ്ട്. ഈ പാൻറ്റ് തയ്ക്കാൻ കിടപ്പുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് പനി ആയതുകൊണ്ട് അത് അവിടെ നിർത്തി വെച്ചു. അപ്പോൾ നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെയും ബൈ.